ബ്രോ മൂവി നൈസായിരുന്നു ബ്രോ. ഓവറോൾ നന്നായിരുന്നു മൂവി. വർത്തായിരുന്നു ബ്രോ. മേക്കിംഗ് കൊള്ളാം. അവരുടെ സ്റ്റൈല് ഡിഫറെൻ്റ് ആയിരുന്നു. എൻജോയബിൾ ആയിരുന്നു ആക്ച്വലി. ഡയറക്ഷൻ കൊള്ളാം ബ്രോ. വർത്തായിരുന്നു. ബ്രൈഡ് നല്ല സിനിമയാണ്, പക്ഷെ ഒരു ഓഫ് ബീറ്റ് സിനിമയാണ്. എന്ന് പറയുമ്പോൾ നമ്മളൊരു സ്റ്റേജ് നാടകം ഒക്കെ കാണുന്ന പോലെ അങ്ങനത്തെ ഒരു മൂവിയാണ്. എല്ലാവർക്കും അങ്ങ് ദഹിക്കില്ല. പറഞ്ഞ പോലെ ഒരു ഭയങ്കര ഓളമുള്ള ഒന്നുമല്ല. നമ്മൾ ശരിക്കും ഇംഗ്ലീഷ് നാടകങ്ങൾ സ്റ്റേജിൽ കാണുമ്പോൾ അത് അമ്മാതിരി ഒരു ടൈപ്പാണ്. പിന്നെ ഒരു 1880s മുതൽ 1930s വരെയുള്ള ഒരു 100 വർഷം മുമ്പ് നടക്കുന്ന ഒരു സംഭവങ്ങളാണ് കാണിക്കുന്നത്. എന്ന് പറയുമ്പോൾ അന്നത്തെ ആ ഒരു കാലഘട്ടമൊക്കെ പുനരാവിഷ്കരിച്ചിട്ടുള്ളതിൽ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എസ്പെഷ്യലി ഹീറോ ആൻഡ് ഹീറോയിൻ 2 പേരും നന്നായിട്ട് അഭിനയിച്ചു. ഒരു ഓസ്കാർ നോമിനേഷന് കിട്ടുന്ന തരത്തിൽ അഭിനയിച്ചു. പക്ഷേ എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ അങ്ങ് സിനിമ അങ്ങ് ദഹിക്കില്ല. ഈ പറഞ്ഞ പോലെ അതിൻ്റെ ഈ ഓഫ് ബീറ്റ് ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ അങ്ങ് ദഹിച്ചെന്നിരിക്കില്ല. മൊത്തത്തിൽ ആ കാലഘട്ടത്തെ സൃഷ്ടിക്കുന്നതിലെല്ലാം അതിൻ്റെ ക്യാമറ ആയാലും കളറിങ് സംഭവമായാലും എല്ലാം വളരെ നന്നായിട്ടുണ്ട്. എനിക്കിഷ്ടപ്പെട്ടു. പക്ഷേ ഈ പറഞ്ഞ പോലെ നമുക്ക് അറിയാതെയൊക്കെ ഉറക്കമൊക്കെ വന്നു. ഈ ഒരു ഇങ്ങനത്തെ ഒരു മൂഡിലുള്ള സിനിമയാണ്. എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ ലാസ്റ്റ് നമ്മുടെ നെറ്റ്ഫ്ലിക്സിലൊരു പടം ഇറങ്ങിയില്ലേ, ഫ്രാങ്കൻസ്റ്റൈൻ. അതിൻ്റെ അത്ര സിനിമാറ്റോഗ്രാഫി എത്തിയിട്ടില്ല, പക്ഷേ പടം അടിപൊളിയാണ്. അതായത് നമ്മുടെ ക്രിസ്ത്യൻ ബെയിലിൻ്റെ പെർഫോമൻസ്, ജെസ്സി ബക്ലിയുടെ പെർഫോമൻസ് ഒക്കെ അടിപൊളിയായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പേഴ്സണലി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. മേക്കിംഗ് എല്ലാം ഓക്കെ ആയിരുന്നു. മ്യൂസിക് കുറച്ചുകൂടെ നന്നാക്കാമെന്ന് എനിക്ക് തോന്നി. നെഗറ്റീവ് പറഞ്ഞല്ല, കുറച്ചുകൂടെ നന്നാക്കാമെന്ന് തോന്നി. അത് ഓവറോൾ കൊള്ളായിരുന്നു. നല്ല